ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 39ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേയിലെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു വീക്കിൻ്റെ അവസാനമായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട് കൊടുത്ത ഹെയർ പാക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു പേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് ഫുള്ളായിട്ട് നമ്മൾ ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡേയിൽ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഡീപ്പ് ഓയിലിംഗ് ചെയ്യുകയാണ്. സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും അത്യാവശ്യം നല്ലോണം ഓയിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ഒരു ഡേ ആണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം അത്യാവശ്യം എൻ്റെ ഒരു മുടിയുടെ ലെങ്തിനും തിക്നെസ്സിനും ഒക്കെ അനുസരിച്ച് എൻ്റെ ഹെയർ ഓയിൽ അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിൽ ഒരു കുഞ്ഞൊരു ബൗൾ എപ്പോഴും നിങ്ങൾ എടുക്കുക എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മുടെ കൈവിരലുകൾ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു എണ്ണ നമ്മൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഈ ഒരു സ്കാൽപ്പിൽ മാത്രമല്ലാണ്ട് മുടിയുടെ ലെങ്തിലേക്കും ഇതുപോലെ തന്നെ നല്ലോണം ഓയിലെടുത്ത് സ്കാൽപ്പ് ഫുള്ളായിട്ടും മുടിയുടെ ലെങ്ത് ഫുള്ളായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മുടി മേലെ കെട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ ബാക്കിയുള്ള ജോലികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. എന്നിട്ട് അവസാനം ഞാൻ ജസ്റ്റ് ഒരു മസാജും കൂടി ഓയിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയുടെ ലെങ്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മുടി കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഒരു മണിക്കൂറത്തേക്ക് എന്തായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. അതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യുകയാണ് ഇന്നത്തെ ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ ഷാമ്പു ആയിട്ട് ഞാൻ ഇന്ന് നാച്ചുറൽ താളിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക ഇങ്ങനത്തെ നാച്ചുറൽ സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ നാച്ചുറൽ ഷാമ്പൂസ് അല്ലെങ്കിൽ താളികളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് വേറെ ഷാമ്പൂസൊക്കെ പ്രിപ്പയർ ചെയ്ത് എടുക്കാം. അതൊക്കെ ഞാൻ കുറേ മുൻപ് വീഡിയോസ് ഇതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇന്ന് ഞാൻ താളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. ഇതൊരു ഹെയർ പാക്ക് പോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു താളി ആ ഒരു തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഹെയർ വാഷ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. കാരണം ഇതൊരു അടിപൊളി പാക്കാണ് കേട്ടോ. ഇതിൽ ചെമ്പരത്തി ഇല മാത്രമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ ഇല മാത്രമേ ഉള്ളൂ. ഇതിന് പൂക്കളും കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് രണ്ടും കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലാണ്ട് പൂക്കൾ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അടിപൊളി താളിയാണ് കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് വർക്കാവുന്ന ഒരു അടിപൊളി ഷാമ്പു ആണ്. അപ്പം ഞാനത് നന്നായിട്ട് ആ ഒരു സമയത്ത് ആ ഒരു മുടിയിൽ എണ്ണ തേച്ച സമയത്ത് തന്നെ ഈ ഒരു ഇലകളൊക്കെ പറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കുളിക്കാറായ സമയത്ത് ഇത് ഞാൻ നന്നായിട്ട് കൈവച്ച് ഒന്ന് ഞെരടി എടുത്തിട്ട് അത് അപ്പോഴത്തേക്കും ആ ഒരു ഷാമ്പു കാര്യങ്ങൾ അതിൽ നിന്ന് ആ ഒരു ഇത് വരും കേട്ടോ. അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിലിട്ട് ഉരച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതിയാകും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം അവസാനം താളി കിട്ടിയിട്ടുണ്ട്. ഇനി ഹെയർ വാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്ത ശേഷം മുടി ഉണങ്ങിയ ശേഷം കിട്ടിയ ഒരു റിസൾട്ടാണ് കേട്ടോ ഇത്.